തന്നെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ഐകരൂപ്യ സ്വഭാവമുള്ള വിശ്വാസ്യതയുള്ള ഒരു സംവിധാനത്തിൻ്റെ അനിവാര്യതയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ദോഷങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ളത് ഏതാണ്ട് ഒരു പൊതു ധാരണയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ചോദ്യം. ഇവിടെ രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് മുന്നോട്ട് വന്നത്. ഒന്ന്, ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ മാർക്കിൻ്റെ ഒരു പ്രത്യേക വെയിറ്റേജേ ആവശ്യമില്ല, എൻട്രൻസ് പരീക്ഷയുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിനകത്തുള്ള പ്രാമുഖ്യമനുസരിച്ച് കുട്ടികളെ അവരുടെ ചോയ്സ് അനുസരിച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അലോട്ട് ചെയ്യുകയും ചെയ്യുക എന്നതാണ് എളുപ്പമുള്ള മാർഗം എന്ന ഒരു അഭിപ്രായം വന്നിരിക്കുന്നു. അത് സ്വാഭാവികമായി സാമാന്യ ബുദ്ധി ഉള്ളവർക്കെല്ലാം അത് സ്വീകാര്യമാകും എന്ന രീതിയിലാണ് അതിൻ്റെ പൊതുഘടന. കാരണം അതിൻ്റെ സാദൃശ്യമായി പറയുന്നത് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ നീറ്റ് നടക്കുന്നു, അതുപോലെ തന്നെ IIT, അതുപോലെ NIT-യിലേക്കുള്ള JEE-യുടെ മെയിൻ പരീക്ഷയും അഡ്വാൻസ് പരീക്ഷയും ഒക്കെ നടക്കുന്നു. അവിടെയൊന്നും ഈ തരത്തിലുള്ള പ്രത്യേക വിവേചനമില്ലാതെ ഇന്ത്യയിലെ ഒരറ്റം മുതൽ കന്യാകുമാരി വരെ മുതൽ കശ്മീർ വരെയുള്ള കുട്ടികൾ എഴുതുന്ന ഒരേ ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ബിരുദത്തിനും അതുപോലെ തന്നെ ഉന്നതമായിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിലും പ്രവേശനം ലഭിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിന് തുല്യമായ രീതിയിലുള്ള ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുമെങ്കിൽ ഇതുപോലെയുള്ള ആക്ഷേപങ്ങൾക്ക് നല്ല ഒരളവ് വരെ അറുതി വരുത്താനായി സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷനാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായി CBSE-യിൽ നിന്ന് സംസ്ഥാന സിലബസിലേക്ക് പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു സ്പീഡ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം എന്താണ്? ഈ CBSE-യിലും ISE-യിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ കേരള സംസ്ഥാനത്തിൽ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല ബഹുഭൂരിപക്ഷം പേരും. അവർക്ക് ദേശീയ നിലവാരമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും പ്രവർത്തിക്കുന്ന ദേശീയ റാങ്കിംഗ് ഉള്ള കോളേജുകളിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അവരെ കൂടുതൽ CBSE ആശ്രയിക്കുന്നു. കാരണം അവിടുത്തെ ഒരു പരീക്ഷാ സമ്പ്രദായവും അതിൻ്റെ പഠനക്രമവും ഒക്കെ വളരെയേറെ ഉയർന്ന നിലവാരം പുലർത്തുന്നതാണ് എന്ന ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിലാണത്. ഇവിടെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു അധ്യാപക സംഘടനയുടെ പ്രതിനിധി ഇതിനകത്തെ പങ്കാളിയാണ്, ഒരു സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് പങ്കാളിയാണ്. എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന സിലബസിലേക്കുള്ള ഒരു പ്രവാഹം ഒരു സമയത്തുണ്ടായത്? ഈ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ തന്നെ പറഞ്ഞു, ആ കേരളത്തിൻ്റെ സിലബസിലേക്ക് പോയി കഴിഞ്ഞാൽ വാരിക്കോരി മാർക്ക് കിട്ടുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എങ്ങനെയാണ് ഈ കേരളത്തിൻ്റെ സിലബസിൽ 12ാം ക്ലാസ്സിൽ ഇങ്ങനെ വാരിക്കോരി മാർക്ക് കൊടുക്കുന്നത്? അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ടതായ ഒരു കാര്യം, CBSE-യിലും ISE-യിലും നടക്കുന്ന രീതിയിലുള്ള ഒരു മൂല്യനിർണ്ണയമല്ല കേരള സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് നമ്മൾ പറയാതെ പറഞ്ഞ് അംഗീകരിക്കുകയാണ്. അതുപോലെ തന്നെ CBSE-യിലെ പാഠ്യരീതിയും അതിൻ്റെ സിലബസിൻ്റെ ഘടനയും ISE-യുടെ സിലബസിൻ്റെ ഘടനയും പാഠ്യരീതിയും മൂല്യനിർണ്ണയവും പരീക്ഷാ സമ്പ്രദായവും ഒക്കെ കേരളത്തിൻ്റെ സിലബസിൽ നിന്നൊക്കെ ബഹുദൂരം ഉയർന്നു നിൽക്കുന്നു എന്ന് തന്നെ പറയാൻ എനിക്കൊരു മടിയുമില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നത് പോലെ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ഈ പരിഷ്കാരം കൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉദ്ദേശിച്ചത്. അത് പക്ഷേ കടയ്ക്കലെ കത്തി വീണ് അതില്ലാതായി തീർന്നിരിക്കുന്നു. കാരണം കേരളത്തിലെ കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും? ഒരു കാര്യം കൂടെ ആദ്യത്തിൽ മനസ്സിലാക്കണം. നേരത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ സേതുമാധവൻ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ പഠിച്ചിറങ്ങുന്നതായിട്ടുള്ള കുട്ടികളെക്കാൾ എൻട്രൻസ് പാസ്സാകുന്ന കുട്ടികളെക്കാൾ കൂടുതൽ സീറ്റുകൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലുണ്ട്. പല എഞ്ചിനീയറിംഗ് കോളേജുകളും അടച്ചുപൂട്ടിൻ്റെ വക്കിലാണ്. അവിടെ പരമ്പരാഗതമായിട്ടുള്ള ബ്രാഞ്ചുകളിൽ കുട്ടികളില്ല. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എന്നൊക്കെ പറയുന്ന പരമ്പരാഗതമായ ബ്രാഞ്ചുകളിൽ പഠിക്കാൻ കുട്ടികളില്ലാതെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ പലതും വിൽക്കാനിട്ടിരിക്കുന്ന ചിത്രം ഇന്ന് നമ്മുടെ കേരളത്തിൽ സാധാരണമാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്തേക്ക് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ മാനേജ്മെൻറ്റിന് ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിയെങ്കിലേ പറ്റുള്ളൂ, കുട്ടികൾ ഉണ്ടായെങ്കിലേ ഫീസ് വാങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എൻട്രൻസ് പരീക്ഷയിൽ പ്രവേശിക്കാത്തവർക്ക് പോലും അഡ്മിഷൻ കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ കാണണം, ആദ്യത്തിന് ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ വിചാരം, അങ്ങും കോളേജിൽ പഠിച്ചാണല്ലോ. അതായത് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ
മാത്തമാറ്റിക്സിന് കുറഞ്ഞത് 50% മാർക്കുണ്ടായിരിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എഞ്ചിനീയറിംഗ് പഠനത്തിൽ മാത്തമാറ്റിക്സ്. എന്നാൽ അവിടെയും വെള്ളം ചേർത്തിരിക്കുന്നു. 50% കുട്ടികളില്ലാത്തവർ, എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടില്ലാത്തവർ, NRI കോട്ട എന്ന് പറയുന്ന കുറേ കുട്ടികൾ ഇങ്ങനെ വളയത്തിനകത്തും വളയമില്ലാതെയും ചാടി ഒരു തരത്തിൽ അതിസങ്കീർണമായി ഗുണനിലവാരത്തിൻ്റെ താഴെ തട്ടിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു സമ്പ്രദായമാണ് ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് വളരെ ഖേദത്തോടു കൂടി മാത്രമേ നമുക്ക് ഓർക്കാനായി സാധിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് കൂടുതൽ സങ്കീർണമാക്കുന്നതിന് ശ്രമിക്കാതെ ഇവിടെ നമ്മൾ നിരവധിയായി പ്രഖ്യാപനങ്ങളിലൂടെ ഗുണനിലവാരം ഉയർത്തണമെന്ന് ആവർത്തിച്ച് മന്ത്രിമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് യഥാർത്ഥത്തിൽ ഗുണനിലവാരത്തെ ഉയർത്തുന്നതാണോ അതോ താഴെ കടിക്കുന്നതാണോ എന്ന് ആലോചിക്കണം. ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ, ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ ഇത് വളരെ സമഗ്രമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഇനിയും ഈ സമ്പ്രദായവുമായി മുന്നോട്ട് പോകാവൂ എന്നാണ് പൊതുസമൂഹത്തിന് വേണ്ടി എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ശരി ഡോക്ടർ.